എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം ജസ്ന സലീം തന്നെയാണ് കേട്ടോ. ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. പക്ഷേ ഞാൻ അത്ര തറയാകൂല. കാരണം എന്നെ പഠിപ്പിച്ച ആൾക്കാരെ എനിക്കൊരു സംസ്കാരം തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചാനലിൽ ഇരുന്നിട്ട് നിങ്ങളെല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട്, ചേച്ചി അവൾ പറയുന്നതിൻ്റെ അത്ര ചീത്ത വിളിക്കുന്നില്ല, അതെന്തുകൊണ്ടാണെന്നുള്ളത്. അത് ജനിപ്പിച്ച അമ്മക്കും അച്ഛനും ഇരിക്കട്ടെ ആ സെല്യൂട്ട്. കാരണം എന്തുകൊണ്ടാണെന്ന് അറിയാവോ, ഞാൻ അങ്ങനെ ചീത്ത പറയാറില്ല. ഒന്നാമത് എനിക്ക് പറയാൻ അറിഞ്ഞും കൂടാ. നല്ല രീതിയിൽ സംസാരിക്കും, പ്രതികരിക്കും. അങ്ങനെയുള്ള ഭാഷകൾ കൊണ്ട് ഞാൻ പ്രതികരിക്കും. അപ്പോൾ ഇവളെ പഠിപ്പിച്ച, അതായത് ഇവളെ 9ാം ക്ലാസ്സുകാരിയാണല്ലോ, അല്ലല്ല, അപ്പോൾ അത്രയേ അത് നമ്മൾ പ്രതീക്ഷിക്കണ്ടു. എന്തായാലും കുറച്ചും കൂടി വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ കുറച്ച് മാന്യതയും മര്യാദയൊക്കെ ആയിട്ട് സംസാരിക്കും. ഇത് തീരെ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തതിൻ്റെ കേടാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. അതുകൊണ്ട് അതിൻ്റെതായ രീതിയിൽ അങ്ങ് വിട്ടേക്കുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വലിയ എന്തോ സംഭവമാണ് എന്നൊക്കെ, എന്നെ കുറേ മുന്നേ വണ്ടി ഓടിക്കാൻ അറിയാവോ, അങ്ങനെ അറിയാവോ, ഇങ്ങനെ അറിയാമോ എന്നൊക്കെ ചോദിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ ഹീലിടുവോ, ഇതൊക്കെയാണോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയല്ലേ വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് എന്ന് കാണിക്കുന്നത്? എന്താ സുഹൃത്തുക്കളെ നിങ്ങളുടെ അഭിപ്രായം? ഞാൻ എൻ്റെതായ അഭിപ്രായം പറഞ്ഞതെന്ന് മാത്രമല്ല, ഒരു വിദ്യാഭ്യാസമുള്ള സ്ത്രീ ചെയ്ത കാര്യങ്ങളാണോ ഇവർ ചെയ്യുന്നത്? ഇവരെ യൂട്യൂബ് ചാനലിലൂടെ ഒരു കണ്ണൻ്റെ പേരും വെച്ചിട്ട് ഇത്രയും വൃത്തികേട് വൾക്കറായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആരും പ്രതികരിക്കേണ്ടത്, നിങ്ങൾ ആരും പ്രതികരിക്കരുത്. കാരണം ഞാൻ ആ കമൻറ്റുകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് കുറച്ചൊരു ആശ്വാസം തോന്നി. ഇത്രയും കമൻറ്റ്, അയ്യോ എൻ്റെ അപ്പോൾ കമൻറ്റ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊന്നര കമൻറ്റാണ് ആ വേട്ടാവളിയനും. ഞാൻ ഇന്നലെ അത് നിങ്ങളോട് ഒരു പ്രത്യേക കാര്യം പറയാൻ പറഞ്ഞത്. ഇന്നലെ എന്നോട് കൊയിലാണ്ടിൽ നിന്ന് 2-3 ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അല്ലേ ചേച്ചി, നിങ്ങൾ ആ വേട്ടാവളിയനെ അങ്ങ് വിട്ട്, അവൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര സാധുവാണ്, ഇവൻ ഈ വീട്ടിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ, അവൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്ക് അയ്യോ ആ വേട്ടാവളിയൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊന്നും കിട്ടണ്ട. പക്ഷേ പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുമല്ലോ, അങ്ങനെയാണല്ലോ അല്ലേ? നിങ്ങളുടെ അഭിപ്രായം കൂടി നിങ്ങൾ പറയണം. ഇത് കുറേ കാലങ്ങളായി, അതായത് എനിക്ക് തോന്നുന്നത് 1.5 വർഷമായി നമ്മൾ ഈ ഗുരുവായൂർ അമ്പല വിഷയം എടുത്തിട്ടത് മുതൽ നമ്മളെ കുറച്ച് ആൾക്കാരെ ഇവർ കൂടിയിട്ട് ആക്രമിക്കുക ചെയ്യുന്നത്. അതായത് ശ്രീലച്ചീന, ഹരിതേന, പ്രിയേന, ഷെഫീന, ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഇവരെ ആക്രമിക്കുക ചെയ്യുന്നത്. ഞങ്ങളൊന്നല്ല ഗുരുവായൂർ അമ്പലത്തിൽ വന്നിട്ട് കേക്ക് മുറിച്ചതും ഇതാക്കിയതും. നമ്മൾ ഹിന്ദുക്കളായിട്ട് പോലും നമ്മൾ അതിൻ്റെതായ വെടിപ്പും വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവൾ ചെയ്യുന്ന പേക്കൂത്തുകൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇവളെ ചാനലിലൂടെ. ഇങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾക്ക് വളർത്തണോ വേണ്ടിയോ എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. എൻ്റെ പ്രിയ സഹോദരങ്ങളാണ്, ഹിന്ദു സമൂഹത്തിനോട് തന്നെയാണ് ഞാൻ പറയുന്നത്. എല്ലാ ഹിന്ദുക്കളും, എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്ത് വലയങ്ങളിൽപ്പെട്ട ആൾക്കാർ ഈ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇവളെ കയ്യിൽ നിന്ന് ഫോട്ടോ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഒരുപാട് അനുഭവം എന്ന് പറഞ്ഞാൽ വെട്ടക്ക അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും, എല്ലാ ആൾക്കാരും, നിങ്ങൾ ഈ ഇത്രയും വൃത്തികേട് പറയുന്ന ഒരാളെ കയ്യിൽ നിന്നും എന്തിന് ഇത്രയും വൃത്തികേട്, അതായത് ഒരു കുളിക്കുകയോ നനയ്ക്കുകയോ ഒന്നും ചെയ്യാതെ പല്ലുതേലും തേക്കാന്നുള്ള വീഡിയോ ഒക്കെ നിങ്ങൾ കാണുന്നില്ലേ? ഇങ്ങനെയൊക്കെ ചെയ്യാതിരിക്കുന്ന ഈ അലവലാതിയുടെ കയ്യിൽ നിന്നും നിങ്ങൾ എന്തിനാണ് ഇങ്ങനത്തെ ഫോട്ടോ വാങ്ങുന്നത് എന്നുള്ള കാര്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം വൃത്തിയും വെടിപ്പുള്ള ഒരു ഫോട്ടോ നിങ്ങളെ മുന്നിൽ ഞാൻ വരച്ച് കാണിച്ചു തരുന്നുണ്ട്. അതൊക്കെ ആയിട്ട് നിങ്ങൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് ഒന്ന് ചിന്തിക്കുക. ഇവളെ കയ്യിൽ നിന്ന് നിങ്ങൾ ഫോട്ടോ വാങ്ങാതിരിക്കുക. മാക്സിമം എല്ലാവരോടും പറയുക. എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ എല്ലാവരും ഉണ്ടെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് ബാക്കി നാളത്തെ വീഡിയോയിലേക്ക്